അതുകൊണ്ട് തന്നെ ആദ്യ പ്രഭാഷണ കാലഘട്ടത്തൊക്കെ 1-2 ആളുകളെ ഗൗസുൽ ആദമിന്റെ സദസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഈ ജലാലിയത്തോടു കൂടെയാണ് പറയാം, ആൾക്കാർ ഈ മുഖം കാണുമ്പോൾ തന്നെ പേടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോണ്ടെന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും? ആ ഒരു അവസ്ഥയിൽ പ്രഭാഷണം നടത്തുന്നതാ. പിന്നെ മഹാനായ അവിടുത്തെ മകനായ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മകൻ പറയുന്നുണ്ട്, എന്റെ വാപ്പയായ അശ്ശേഖ് അബ്ദുൽ ഖാദിർ യതകല്ലമു ഫിൽ ഉസ്ബൂഇ 3 മറات, ആഴ്ചയിൽ 3 ദിവസം പ്രഭാഷണം നടത്തും. അതില് ബുക്രത്തുൽ ജുമുഅ, ഒന്ന് വെള്ളിയാഴ്ച സുബ്ഹിക്ക് ഒരു പ്രഭാഷണം നടത്തും. വഅശിയത സുലസാ, ചൊവ്വാഴ്ച വൈകുന്നേരം ഒരു പ്രഭാഷണം നടത്തും. അതുപോലെ ബുക്രത്തുൽ അഹദ്, ഞായറാഴ്ച രാത്രിയും എന്ത് ചെയ്യും? ഒരു പ്രഭാഷണം നടത്തും. മഹാനവറുകൾ 40 വർഷം പ്രഭാഷണം നടത്തിയിരുന്നത് ഇങ്ങനെയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെയും ഞായറാഴ്ച രാവിലെയും അതുപോലെ തന്നെ ചൊവ്വാഴ്ച വൈകുന്നേരവും. ഇനിയാണ് കുത്തൊഴുക്ക് വരുന്നത്. മഹാനവറുകളുടെ മക്കം ഫത്ഹൊക്കെ കഴിഞ്ഞു. കാരണം എന്താ? പട വെട്ടിയിട്ട് ഫത്ഹ് മക്ക വരികയാണ്. ഫത്ഹ് മക്ക വന്നപ്പോഴാണല്ലോ ആയത്തിറങ്ങിയത്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. ഇനി നിങ്ങളെ കണ്ടുകൊണ്ട് നബിയേ, നിങ്ങളെ കണ്ടുകൊണ്ട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി വരും കേട്ടോ. ഈ അവസ്ഥ ഗൗസുൽ ആദമിൽ പ്രകടമാകുന്നു. ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു പ്രഭാഷണം തുടരുകയാണ്. വകാന യമൂതു ഫീ മജ്ലിസിഹി അർജിലാനി വസലാസ. എല്ലാ ദിവസവും പ്രഭാഷണം കേട്ടുകൊണ്ട് മജ്ലിസിൽ 2-3 ആളുകൾ മരിച്ചു വീഴാറുണ്ട്. അവരുടെ മജ്ലിസിൽ തുകിലിറങ്ങുന്നോവർ, അവരുടെ വഅളാലെ പലരും ചാകുന്നോവർ. ഗൗസുൽ ആദമിന്റെ പ്രഭാഷണം കേട്ടുകൊണ്ട് എന്ത് ചെയ്യും? ഒരുപാട് ആളുകൾ ദിവസവും 2-3 ആളുകൾ മരിച്ചു വീഴാറുണ്ട്. അതുപോലെ തന്നെ വകാന യക്തുബു മാ യഖൂലു ഫീ മജ്ലിസിഹി 400 മിഹ്ബറത്തി ആലിമിൻ വഗൈരി. മഹാനവറുകളുടെ പ്രഭാഷണം കേൾക്കുന്നത് എഴുതി വെക്കാൻ 40 ആലിമീങ്ങളുടെ മുന്നിൽ 40 മഷിക്കുപ്പികൾ ഉണ്ടായിരുന്നു. നാവാൽ മൊളിയുന്ന ഇൽമേ കുറിപ്പാനായി 400 ഹുക്കാമേ അവർ ചുറ്റുമുള്ളോവർ. അവിടുത്തെ വായിൽ നിന്ന് അടർന്നു വീഴുന്ന വിജ്ഞാനമുത്തുകൾ എഴുതി വെക്കാൻ 40ഓളം മഷിക്കുപ്പികൾ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. മഷിക്കുപ്പിയാവുമ്പോ ഒരു കുപ്പിയിൽ ഒരുപാട് ആളുകൾ കുത്തും. 40 ആളുകൾ എന്നല്ല പറഞ്ഞത്, 40 മഷിക്കുപ്പി ഉണ്ടായിരുന്നു. അപ്പൊ കുത്തുന്ന ആളുകൾ ഒരുപാടുണ്ടാവും. ഇവരൊക്കെ അതെന്ത് ചെയ്യുമായിരുന്നു? രേഖപ്പെടുത്തി വെക്കുമായിരുന്നു. അതുപോലെ തന്നെ മഹാനവറുകളുടെ പ്രഭാഷണ ലോകത്തിൽ ഒരിക്കൽ മഹാനവറുകൾ പ്രഭാഷണം നടത്തുകയാണ്. പ്രഭാഷണം നടത്തുമ്പോ മഹാനവറുകൾ ഒരിക്കൽ തന്റെ ആഗ്രഹം ജനങ്ങളോട് പറഞ്ഞു. എന്താ? ഓ ജനങ്ങളെ, അത്തമന്ന അൻ യകൂന ഫിസ് സഹാറ, ഞാൻ 25 വർഷം ഇറാഖിന്റെ മരുഭൂമിയിലൂടെ ഏകനായി തീർത്ഥയാത്ര നടത്തിയതായ അവസ്ഥ, അത് വല്ലാത്തൊരു അനുഭൂതിയുടെ ലോകമാണ്, വല്ലാത്തൊരു ആനന്ദം കിട്ടുന്ന ലോകമാണ്. മക്കളില്ലാതെ, ഭാര്യയില്ലാതെ, കുടുംബമില്ലാതെ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് 25 വർഷം ഇറാഖിന്റെ മരുഭൂമിയിലൂടെ ഏകനായി ഞാൻ തീർത്ഥയാത്ര നടത്തിയിട്ടുണ്ട്. ആ തീർത്ഥയാത്രയിൽ തിരിച്ചു വരാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹം വരുന്നുണ്ട്. അന്ന് ലാ അറൽ ഖൽഖ, സൃഷ്ടികളെ ഞാൻ കണ്ടിരുന്നില്ല. വലാ യറൗനി, സൃഷ്ടികൾക്ക് എന്നെയും അറിയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു 25 വർഷം ഗൗസുൽ ആദമിൽ ഉണ്ടായിട്ടുണ്ട്. സൃഷ്ടികൾക്ക് എന്നെയും അറിയില്ല, എനിക്ക് സൃഷ്ടികളെയും അറിയില്ല. ആ ഒരു ആനന്ദത്തിന്റെ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടം ഒന്ന് തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹു തആല എന്നെ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യലിനെ ഉദ്ദേശിച്ചു പോയി. ഇനി ജനങ്ങളുടെ ഇടയിൽ നിൽക്കാതെ രക്ഷയില്ല. എന്നെ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം കിട്ടണമെന്ന് അള്ളാഹു എഴുതി വെച്ചത് കൊണ്ട് ഇനി ആ ഒരു 25 വർഷത്തെ ചുറ്റി സഞ്ചാരം ഇവിടെ ഏകനായ ഒരു യാത്ര നടക്കുകയില്ല. എന്നിട്ട് മഹാനവറുകൾ പ്രഭാഷണം തുടരുന്നു. പ്രഭാഷണത്തിൽ ഫഇന്നഹു ഖദ് അസ്ലമ അലാ യദി അക്സറ മിൻ 500 മിനൽ യഹൂദി വൻ നസാറ,
ഓരോ ദിവസവും മഹാനവറുകളുടെ പ്രഭാഷണം കേൾക്കാൻ യഹൂദികളും നസാറാക്കളും ഉണ്ടായിരുന്നു. 500-ലധികം യഹൂദികളും നസാറാക്കളും മഹാനവറുകളുടെ പ്രഭാഷണം കേട്ടുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അലക്ഷ്യമായി നടക്കുന്ന, അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന, മോശമായ വിശേഷണങ്ങളുമായി നടക്കുന്ന, തോന്നിവാസം കാണിച്ചു നടക്കുന്ന 100,000 ആളുകൾ മഹാനവറുകളിലൂടെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. 100,000 എന്ന് പറഞ്ഞാൽ 1,00,000 ആളുകൾ. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ മഹാനവറുകളുടെ പ്രഭാഷണം കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. പ്രഭാഷണ സദസ്സിനെ അവിടുത്തെ ശിഷ്യന്മാര് പരിചയപ്പെടുത്തുന്നത് എന്തെന്നാ, ലം തകുൻ മജാലിസു ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി തഖലു മിമ്മൻ യസ്ലമു മിനൽ യഹൂദി വൻ നസാറാ. ഓസുല്ലാദമിന്റെ പ്രഭാഷണ സദസ്സിൽ യഹൂദികളും നസാറാക്കളും ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. കൊള്ളക്കാരായ ആളുകൾ, വഴികൊള്ളക്കാരായ ആളുകൾ വന്നുകൊണ്ട് തൗബ ചെയ്തിട്ടാണ് പ്രഭാഷണത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നത്. കൊല ചെയ്തതായ ആളുകൾ തൗബ ചെയ്തിട്ടാണ് മടങ്ങിപ്പോകുന്നത്. തമ്മാടിത്തരം കാണിച്ചു നടക്കുന്ന ആളുകൾ മുഴുവനും ഓസുല്ലാദമിന്റെ പ്രഭാഷണം കേൾക്കലോടുകൂടെ തൗബ ചെയ്ത് മടങ്ങിപ്പോകുന്നു. ഇസ്ലാമിലാവാന്തര വിഭാഗക്കാരായ നിരീശ്വരവാദികളും റാഫിദിയാക്കളും ഖവാരിജിയാക്കളും എല്ലാവരും ഓസുല്ലാദമിന്റെ പ്രഭാഷണം കേട്ടുകൊണ്ട് സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങി വരുന്നുണ്ട്. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ മഹാനവറുകളുടെ പ്രഭാഷണം ഹൃദയത്തിലേക്ക് തറച്ചു കയറിയിട്ട് കമ്മിൻ കറാമാതി ഹക്കിം മിൻക ഖദ് ലഹറത് മുനീറതൻ ഫീ ഖുലൂബിൽ ഖൽഖി ഖദ് സഹറത്. മനുഷ്യ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രഭാഷണം മഹാനവറുകൾ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ ആ പ്രഭാഷണം കേട്ടുകൊണ്ട് ഹൃദയമുരുകിയിട്ട് ആ കാലിൽ വന്ന് വീണുകൊണ്ട് തൗബ സ്വീകരിച്ചിട്ട് അവിടുത്തെ മുരീദന്മാരായി കഴിച്ചുകൂട്ടുന്ന വലിയ ഒരു ലോകത്തെ, വലിയൊരു ജനത്തെ, വലിയൊരു പ്രസ്ഥാനത്തെ, വലിയൊരു ഉമ്മത്തിനെ മഹാനവറുകൾ കെട്ടിപ്പടുത്തിട്ട് ഞാനും എന്റെ ഈ സരണയിലും ജീവിക്കുന്ന എന്റെ അണികളായ ആളുകൾക്കും പറയുന്ന പേരാണ് ഖാദിരിയത്തു സൂഫിയത്തുൽ അലിയ.